എടാ അങ്ങനെ ഞാനും കണ്ടടാ ലാലേട്ടനെ. ഇന്ന് എറണാകുളം NSS കരയോഗത്തിൽ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് മോഹൻലാൽ വരുന്നുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ മാനേജർ സാറോട് റിക്വസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് പാസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 ദിവസമായിട്ട് ഞങ്ങളുടെ കയ്യിൽ പാസ് ഉണ്ട്. പക്ഷേ ഇന്നത്തെ ഒരു ദിവസത്തിന് വേണ്ടി എത്രത്തോളം എക്സൈറ്റഡ് ആയിരുന്നു അറിയോ. ലാലേട്ടനെ കാണാൻ പോവാമെന്ന് നേരത്തെ പറഞ്ഞിട്ട് ലാലേട്ടൻ വന്നതും ഇല്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ വീട്ടിൽ പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇങ്ങനൊരു പാസ് കിട്ടിയ കാര്യമൊന്നും. പിള്ളേരുടെ എക്സാമൊക്കെ കഴിഞ്ഞ് സ്കൂളിൽ തന്നെ റെഡി ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഹാളിലോട്ട് പോയത്. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ആ മഹാനടനെ ഞങ്ങളും കണ്ടു. നേരത്തെ എത്തി സീറ്റ് പിടിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന രീതിക്ക് ഒരു സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബട്ട് ആ സമയമാകുമ്പോഴേക്കും നല്ല തിരക്ക് വന്നേ. നല്ലപോലെ വീഡിയോ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ സ്കൂളിലെ നാനോ ചേട്ടൻ വന്നിട്ട് വീഡിയോ വേണോ സ്റ്റേജിൻ്റെ അവിടെ പോയിന്ന് വീഡിയോ എടുത്തോന്ന് പറഞ്ഞേ. എൻ്റെ അമ്മോ, ഞാൻ ഇവിടുന്ന് തുള്ളിച്ചടിയാ പോയെങ്കിലും സ്റ്റേജിൻ്റെ അവിടെ എത്തിയപ്പോൾ എൻ്റെ കൈയൊക്കെ വിറയ്ക്കാൻ തുടങ്ങി. അദ്ദേഹം നമ്മളെപ്പോലെ ഒരു സാധാരണ മനുഷ്യനല്ലേ, എന്തിനാ ഇത്ര എക്സൈറ്റ്മെൻറ്റ് എന്നൊക്കെ പലർക്കും തോന്നിയേക്കാം. പക്ഷേ ആ ഒരു മൊമെൻറ്റ് എനിക്കിപ്പോഴും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്ത് ഭംഗി അറിയോ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. ലാലേട്ടൻ പോകുമ്പോൾ നമുക്ക് നേരെ അടുത്തുനിന്ന് കാണാമെന്ന് പറഞ്ഞ് മുന്നേ പ്ലാൻ ഇട്ട് ഞങ്ങൾ നേരത്തെ ഇറങ്ങി താഴെ വന്നിട്ട് നിന്നിട്ടുണ്ടായിരുന്നേ. പക്ഷേ പറ്റിച്ചിടോ, നമ്മുടെ അടുത്ത് ഗാർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വശത്തു കൂടെ വന്നിട്ടാണ് കയറുന്നുണ്ടാവുക എന്ന്. അപ്പോൾ നമ്മൾ ഈ ഗാർഡിൻ്റെ പിന്നിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നേ. പക്ഷേ ലാലേട്ടൻ അപ്പുറത്ത് കൂടെ കയറി. അങ്ങനെ ലാലേട്ടൻ വണ്ടി കയറി പോയി. അപ്പോൾ ഓക്കെ, ബൈ.